പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ നാമം മഹിമപ്പെടട്ടെ. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. കഴിഞ്ഞ 2025 ആയുസ്സോടെ ആരോഗ്യത്തോടെ കർത്താവ് നമ്മെ വെച്ചതുകൊണ്ട് നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ ഒരു പുതിയ വർഷം സ്തോത്രം പറഞ്ഞ് ആരംഭിപ്പാൻ യേശു കർത്താവ് കൃപ തന്നു. കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും ആശ്രയിക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോകില്ല. യെശയ്യാ പ്രവചനം 43:18-19 ഇങ്ങനെയാണ്: മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. കർത്താവ് പുതിയത് ചെയ്യുന്ന ആളാണ്. ഭൂമി പാഴുശൂന്യമായിരുന്നു. ഭൂമിയിൽ അതിനു മുൻപ് എല്ലാം മനോഹരമായിരുന്നു. മൃഗങ്ങളുണ്ടായിരുന്നു. അന്ന് ദൈവത്തിൻ്റെ ദൂതനായ ലൂസിഫർ പാർത്തിരുന്ന സ്ഥലമായിരുന്നു. ഏറ്റവും മനോഹരമായൊരു സ്ഥലമായിരുന്നു. മൃഗജാലങ്ങളുണ്ടായിരുന്നു. മനോഹരമായിരുന്ന ഈ ഭൂമി പാപം നിമിത്തം ദൈവം ശപിച്ചു. ഭൂമിയെ കീഴ്മേൽ മറിച്ചു കളഞ്ഞു. അങ്ങനെ പാഴുശൂന്യമായി പോയ ഈ ഭൂമിയെ ദൈവം പുതിയതാക്കി. ഇപ്പൊ ദൈവം പുതിയതാക്കുന്ന ദൈവമാണ്. ഉൽപ്പത്തി പുസ്തകം, ബൈബിൾ തുടങ്ങുന്നതേ അതാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദ്യം ചെയ്യുന്നത് സൃഷ്ടിക്കലാണ്. ഇന്ന് ഇത് കേൾക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഇന്നാദ്യം തന്നെ നിങ്ങൾക്ക് ചിലത് സൃഷ്ടിച്ചു തരാൻ കർത്താവ് താല്പര്യപ്പെടുന്നു. ഇന്നുവരെ ഇല്ലാത്ത ചിലത് വിളിച്ചു വരുത്തുവാൻ. റോമർ 4:17 മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനുമായ ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. അബ്രഹാമിനില്ല, അവൻ ആരോഗ്യമൊക്കെ പോയി, വൃദ്ധനായി. എന്നാൽ യൗവനം ദൈവം വിളിച്ചു വരുത്തി. സാറായുടെ ഗർഭപാത്രം നിർജീവമായി പോയി. അവൾക്ക് ഇനി ഗർഭം ധരിക്കാൻ കഴിയില്ല. എന്നാൽ സ്തോത്രം പറഞ്ഞ് പറഞ്ഞ്, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് പറഞ്ഞ് ഇല്ലാത്തത് വീണ്ടും തിരിച്ചു വന്നു. അവൾ യൗവനക്കാരിയായി മാറി. ഇതുപോലെ 100-ാം വയസ്സിൽ അബ്രഹാമിന് കുഞ്ഞ് ജനിച്ചതിൻ്റെ പുറകിൽ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള ദൈവത്തിൽ അവൻ വിശ്വസിച്ചു. അതുകൊണ്ട് മുമ്പുണ്ടായിരുന്ന കുറേ വിഷമങ്ങളും പണ്ടുണ്ടായിരുന്ന കുറേ നിന്ദകളും അതിൻ്റെ ആകത്തുകയല്ല നിങ്ങൾ ഇന്നു മുതൽ അനുഭവിക്കാൻ പോകുന്നത്. സകലത് പുതിയതാക്കാൻ 2026 ദൈവം നമുക്ക് തന്നിരിക്കുകയാണ്. എല്ലാം പുതിയതാകും. ഇവിടെ നമ്മൾ വായിക്കുന്നു: മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. വിശ്വസിക്കുക, അത് ഇപ്പോൾ ഉത്ഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എന്നോട് ചേർന്ന് പറഞ്ഞേ: പുതിയ കാര്യങ്ങൾ ഇന്ന് മുതൽ എന്നിൽ സംഭവിക്കാൻ പോവുകയാണ്. അത്ഭുതങ്ങൾ എന്നിൽ സംഭവിക്കാൻ പോവുകയാണ്. വലിയ അടയാളങ്ങൾ എന്നിൽ സംഭവിക്കാൻ പോവുകയാണ്. വലിയ സൗഖ്യങ്ങൾ എന്നിലൂടെ സംഭവിക്കാൻ പോവുകയാണ്. വലിയ ഉയർച്ചകൾ എന്നിലൂടെ സംഭവിക്കാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ ആമേൻ. ചില കാര്യങ്ങൾ നമ്മൾ ഡിക്ലെയർ ചെയ്യണം. അതങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ നമ്മൾ പ്രാർത്ഥിച്ച ശേഷം ലഭിച്ചു എന്ന് വിശ്വസിക്കണം. എന്നാൽ നിങ്ങൾക്കത് ഉണ്ടാകുമെന്നാണ്. ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നവർ വിശ്വാസം ഡിക്ലെയർ ചെയ്യണം, പ്രഖ്യാപിക്കണം. ഇന്നത് നടക്കും, ഇന്ന് മുതൽ അത് നടക്കും, ഈ നിമിഷം മുതൽ അത് നടക്കും, ഇന്ന് രാത്രി 12 മണിക്ക് ഉള്ളിൽ അത് സംഭവിച്ചിരിക്കും, ഈ നിമിഷം ഞാനത് കാണും, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണും, അന്യ കണ്ണല്ല, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണും, ഞാൻ അതിനെ തൊടും, ഞാൻ ആ വാതിലൂടെ പ്രവേശിക്കും, ഞാൻ ആ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യും. ഇങ്ങനെയുള്ള നിങ്ങൾ എന്ത് കാത്തിരിക്കുന്നുവോ അതിനെ നിങ്ങൾ പ്രഖ്യാപിക്കണം. പുതിയത് ചെയ്യുന്ന ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ പറയാനും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടി ഇരിക്കട്ടെ.
വലിയ അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്. വലിയ ദൈവപ്രവർത്തികൾ യേശു കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. എവിടെയാണ്? മരുഭൂമിയിൽ ഒരു വഴി ഉണ്ടാക്കും. മരുഭൂമി എന്ന് പറഞ്ഞാൽ വഴിയില്ല. ഇനിയൊരു വഴി ഉണ്ടായാലും ഒരു കാറ്റടിക്കുമ്പോൾ ഈ മണൽക്കാറ്റ് വന്നിട്ട് ആ വഴി മൂടിപ്പോവും. മരുഭൂമിയിൽ വഴി ഉണ്ടാക്കാൻ കഴിയില്ല. നമ്മൾ വിചാരിക്കും നമ്മുടെ കൊച്ചു നാട്ടിലെ സങ്കല്പത്തിൽ അവിടെ ഒരു വഴി ഉണ്ടാക്കാം. ഇല്ല, മണൽ വന്ന് മൂടിപ്പോവും. എന്നാൽ മരുഭൂമിയിലും വഴി ഉണ്ടാക്കുന്ന ഒരുവനാണ് നമ്മുടെ കർത്താവ്. ഒരിക്കലും വഴി ഉണ്ടാക്കാൻ കഴിയാത്തിടത്ത് ചെങ്കടലിൽ വഴിയുണ്ടാക്കിയ കർത്താവ് പുതിയ വഴികൾ നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഉണ്ടാക്കും. മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ജനമില്ല. എന്തുകൊണ്ടാണ് ജനം അവിടെ ഇല്ലാത്തത്? അവിടെ വെള്ളമില്ല, നദിയില്ല. ജനങ്ങൾ എപ്പോഴും തിങ്ങിപ്പാർക്കുന്നത് എവിടെയാ? നദീതീരങ്ങളിലാണ്. അതുകൊണ്ടാണ് സിന്ധു നദീതട സംസ്കാരം, യൂഫ്രട്ടീസ് ഡൈഗ്രീസ് നദീതട സംസ്കാരം. എല്ലാ സംസ്കാരങ്ങളും ഓരോ നദികളെയും ആ സമുദ്രത്തേക്ക് ചുറ്റിപ്പറ്റി ഉണ്ടായതാണ്. അപ്പോൾ ജനം വസിക്കാൻ പറ്റിയ ജീവന്റെ യാതൊരു അംശവും അവിടെയില്ല. എന്നാൽ നിർജ്ജന പ്രദേശത്ത് ഞാൻ നദികൾ ഉണ്ടാക്കും. നദി വന്നു കഴിഞ്ഞാൽ അവിടെ ജനങ്ങൾ ഉണ്ടാകും. കഴിഞ്ഞ വർഷത്തിന്റെ ഒടുവിൽ ഇന്നലെ നമ്മളൊരു കാര്യം ചിന്തിച്ചു. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് 2 ദിവസം മുമ്പ് 30-ാം തീയതി നമ്മൾ ചിന്തിച്ച കാര്യമാണ്. വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. അപ്പൊ നദി ഉണ്ടാക്കും എന്ന് പറഞ്ഞത് കർത്താവാണ്. ആ നദി നമ്മളിലൂടെയാണ് ഉണ്ടാക്കുന്നത്. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നാണ് ഇത് പുറപ്പെടുന്നത്. നമ്മൾ എവിടെ ചെല്ലുന്നുവോ അവിടെ നദി ഉണ്ടാകും, അവിടെ ജനസാന്ദ്രതയുണ്ടാകും. യേശു പോകുന്ന എല്ലായിടത്തും ജനങ്ങൾ തിങ്ങിക്കൂടുകയാണ്. യേശു പോകുന്ന എല്ലായിടത്തും ജനസാന്ദ്രത കൂടുകയാണ്. എല്ലാവരും അവനെ ചുറ്റിപ്പറ്റിയാണ്. യേശു ഇരുട്ടിലിരിക്കുന്ന ജനത്തിന്റെ നടുവിൽ പോയി പാർത്തു. അവർ വലിയ വെളിച്ചം കണ്ടു, അവർ വലിയ സൗഖ്യങ്ങൾ കണ്ടു, അവർ വലിയ അത്ഭുതങ്ങൾ കണ്ടു, അവർ വലിയ സന്തോഷം അനുഭവിച്ചു. ഏറ്റൊടുവിൽ യേശുവിനെ അവർ ഒരു കഴുതപ്പുറത്ത് കയറ്റി ദാവീദ് പുത്രന് ഹോശന്ന എന്ന് പറഞ്ഞുകൊണ്ട് യേശു ചെയ്ത കാര്യങ്ങൾ അവർ ഒരുമിച്ച് ആർക്കുമാറായി. കാരണം എന്താണ്? അത്രത്തോളം അത്ഭുതങ്ങളും വിടുതലുകളും യേശു അവർക്ക് വേണ്ടി ചെയ്തു. നിർജ്ജന പ്രദേശത്ത് നദികൾ ഉണ്ടാക്കുന്നവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. നമ്മുടെ കർത്താവ് ഇറങ്ങി വന്നു. അവൻ ചെല്ലുന്നിടത്തെല്ലാം ജനസാന്ദ്രതയാണ്. അവന്റെ അടുക്കൽ വരുന്നവർ വിശന്നു പോകുന്നില്ല. അവർ തിന്ന് തൃപ്തരായി ശേഷിച്ചത് 12 കൊട്ട നിറച്ചെടുത്തു എന്ന് വായിക്കും പോലെ, യോഹന്നാൻ 6 കാണുന്നത് പോലെ എല്ലാവർക്കും സന്തോഷമാണ്. യേശുവിനെ ആർക്കുന്നത് കണ്ട് ദേവാലയത്തിൽ പുരോഹിതന്മാര് ശാസ്ത്രിമാരൊക്കെ യേശുവിനോട് പറഞ്ഞു, ഈ പിള്ളേരോടൊന്നും മിണ്ടാതിരിക്കാൻ പറ. യേശു പറഞ്ഞു, ഇവർ ആർത്തു വിളിച്ചില്ലെങ്കിൽ കല്ലുകൾ ആർത്തു വിളിക്കും. മാത്രമല്ല, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെ വായിൽ ഞാൻ ബലം നിയമിച്ചിരിക്കുന്നു എന്ന് വായിച്ചിട്ടില്ലേ? ആർക്കാത്ത ഇടത്ത് ആർപ്പ്. മാത്രമല്ല, ദേവാലയത്തിൽ വന്ന എല്ലാ രോഗികളെയും കർത്താവ് സൗഖ്യമാക്കി. ആ ദേവാലയത്തിനകത്ത് ജീവജല നദികൾ ഒഴുകി. പുതിയതൊന്ന് ചെയ്തു. യേശു അവിടെ ചെയ്തതെല്ലാം, പുതിയ നിയമത്തിൽ ചെയ്തതെല്ലാം പുതിയതാണ്. യേശുവിൻ്റെ പ്രസംഗം കേട്ട് എന്ത് ഒരു പുതിയ ഉപദേശം! അവൻ അധികാരത്തോടെ പറയുന്നു, ഭൂതങ്ങളും അവന് കീഴടങ്ങുന്നു. എന്തൊരു ഉപദേശം! ഒരു പുതിയ ഉപദേശം. ഇവൻ ശാസ്ത്രിമാരെ പോലെയല്ല ഇവൻ സംസാരിക്കുന്നത്. ഇവൻ അധികാരമുള്ളവനായിട്ടാണ്. മാത്രമല്ല, ഓരോ അത്ഭുതങ്ങളും പുതിയതാണ്. ഒരിക്കൽ ചെയ്തതല്ല അടുത്തത്.
കാഴ്ചയില്ലാത്ത 2 പേര് വന്നപ്പോൾ, ഞാൻ എന്ത് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു? ഞങ്ങൾക്ക് കാഴ്ച വേണം. കാഴ്ച പ്രാപിക്കുക. വേറൊരുത്തനോട് അവനെ കണ്ടപ്പോൾ നിലത്ത് തുപ്പി ചേറുണ്ടാക്കി കണ്ണിൽ തേച്ച് ശീലോഹം കുളത്തിൽ പോയി കഴുകുക. യോഹന്നാൻ 9 നമ്മളത് കാണുന്നു. അവൻ കഴുകി സൗഖ്യമുള്ളവനായി വന്നു. ഓരോന്നും ഓരോ നിലയിലുള്ള ശുശ്രൂഷകളായിരുന്നു. എങ്ങനെയായാലും ജനങ്ങൾക്ക് വിടുതലിൻ്റെ ഒരു ആഘോഷം തന്നെയായിരുന്നു. അതായിരുന്നു കർത്താവ്. കർത്താവ് എല്ലാം പുതിയതായിട്ടാണ് ചെയ്തു. അവൻ സകലതും നന്നായി ചെയ്തു. ഊമരെ സംസാരിക്കുമാറാക്കി, കുരുടരെ കാണുമാറാക്കി, മുടന്തരെ മാൻപേടയെ പോലെ തുള്ളി ചാടുമാറാക്കി. നിർജ്ജന പ്രദേശത്ത് നദികളെ ഉണ്ടാക്കുന്നവൻ, മരുഭൂമിയിൽ വഴികളെ ഉണ്ടാക്കുന്നവൻ, അവൻ നമ്മെ വിളിച്ചു വേർതിരിച്ചെങ്കിൽ അവൻ്റെ അമിത ബലത്തിൽ നമുക്ക് ശക്തിപ്പെടാം. കർത്താവിൽ നമുക്ക് അടിയുറച്ച് ആശ്രയിക്കാം. ഈ പുതിയ വർഷം എല്ലാ നിലയിലും നമ്മുടെ ജീവിതം ആഘോഷമാക്കി മാറ്റാൻ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് കർത്താവിലും കർത്താവിൻ്റെ അമിത ബലത്തിലും നമുക്ക് ശക്തിപ്പെടാം. 2 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണെന്ന്, അവന്റെ പഴയത് കഴിഞ്ഞു പോയെന്ന്, സകലതും പുതിയതായെന്ന്. യേശുവിലേക്ക് ഒരാൾ വരുമ്പോൾ അവൻ പിന്നെ പഴയതിൽ ജീവിക്കില്ല. അവൻ എപ്പോഴും ഒരു പുതുമയുണ്ടാകും. അതുകൊണ്ടാണ് വീണ്ടും ജനിച്ചവർ യെരുശലേമിൽ കൂടിയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നു, ഒരു പുതിയ ഭാഷകൾ പറഞ്ഞു, അവർ പ്രവചിക്കാൻ തുടങ്ങി, അവർ പുതിയ ശക്തി പ്രാപിച്ചു. മുട്ടുള്ളവർ അവരിൽ ആരും ഉണ്ടായിരുന്നില്ല. അവർ മഹാശക്തിയോടെ യേശുവിൻ്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു. അവരുടെ നിഴലിൽ പോലും അത്ഭുതമായിരുന്നു. അവരെ പിടിച്ച് ജയിലിലാക്കി. എന്നാൽ ദൂതൻ ഇറങ്ങി വന്നിട്ട് ഈ അപ്പോസ്തലന്മാരെ ജയിലിൽ നിന്ന് തുറന്നു വിട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി ഈ സുവിശേഷം, ഈ നല്ല വാർത്ത ദേവാലയത്തിൽ പോയി പറയാൻ പറഞ്ഞു. അതിരാവിലെ പോയി അവർ അവിടെ സംസാരിച്ചു. അവർ ഒളിച്ചോടിയില്ല, അവരവിടെ നിന്നു. ഈ ഉപദേശം മറ്റുള്ളവരെ ജീവിപ്പിക്കുന്ന, മറ്റുള്ളവർക്ക് സൗഖ്യം കൊടുക്കുന്ന, മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്ന യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം, ഇത് പറയുന്നിടത്തെല്ലാം പുതിയ 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 കാര്യങ്ങൾ ഉണ്ടായി വരും. മദ്യപാനികൾ മദ്യപാനത്തെ ഉപേക്ഷിക്കുക മാത്രമല്ല, മദ്യപിക്കുന്നവരെയും മയക്കുമരുന്നിന് അടിമകളായവരെയും വിടുവിക്കുന്നവരുമാകും. രോഗികളായവർ രോഗസൗഖ്യം പ്രാപിക്കുക മാത്രമല്ല, രോഗികൾക്ക് വേണ്ടി അവരെ ശുശ്രൂഷിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യും. ഭൂതബാധിതർ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക മാത്രമല്ല, ഭൂതം ബാധിച്ചവർക്ക് അവരൊരു വിടുതലായി മാറും. എല്ലാ നിലയിലും എന്താണോ നിങ്ങളുടെ ഇന്നത്തെ വേദന, അത് നിങ്ങളുടെ ശുശ്രൂഷയായി ഒരു പുതിയ തലത്തിലേക്ക് കർത്താവ് നിങ്ങളെ കൈപിടിച്ച് കയറ്റും. ബലപ്പെടുക, ശക്തിപ്പെടുക, കൃപയിൽ നിറയുക. കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. അതുകൊണ്ട് ഈ ജനുവരി 1-ാം തീയതി കേൾക്കുന്ന ഓരോ വ്യക്തികളും ഇന്നു മുതൽ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ നിങ്ങൾ മെച്ചപ്പെടുത്തണം. നിങ്ങളുടെ പ്രാർത്ഥന, അതായത് പ്രാർത്ഥനയെ ശക്തിപ്പെടുത്തിയാൽ ഈ വർഷം അത്ഭുതമായിരിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഇന്നു മുതൽ ഒരു ടൈം വെക്കുക. ദാനിയേലിനെ പോലെ രാവിലെ ഉച്ചക്കും വൈകിട്ടും എന്നതുപോലെ ഒരു ഡിസിപ്ലിൻ, എന്ത് വില മുടക്കിയും 3 നേരം പ്രാർത്ഥിക്കുന്ന ഒരു ശീലമുണ്ടാക്കുക. അടുത്തത്, ദൈവവചനം വായിക്കുവാൻ. ഇന്നു മുതൽ ഞാൻ 5 അധ്യായം വായിക്കും. 5 അധ്യായം വെച്ച് വായിച്ചാൽ ഒരു വർഷം കൊണ്ട് ബൈബിൾ വായിച്ചു തീർക്കാം. 12 അധ്യായം വെച്ച് വായിച്ചാൽ ഒരു വർഷം കൊണ്ട് ഒരു 3 പ്രാവശ്യത്തിൽ 4 പ്രാവശ്യത്തോളം ബൈബിൾ വായിക്കാം. 4 പ്രാവശ്യം ബൈബിൾ വായിക്കാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾ അസാധാരണമായ മിനിസ്ട്രി ചെയ്യുന്ന വ്യക്തികളായി മാറും. ദൈവവചനം വായിക്കുക, പഠിക്കുക, എഴുതുക. അടുത്തത്, ഫെലോഷിപ്പ്. ഒരു സഭായോഗം മുടക്കരുത്.
ഒറ്റ കൂട്ടായ്മ. ചിലർ ചെയ്യുന്നത് പോലെ സഭായോഗങ്ങളെ ഉപേക്ഷയായി വിചാരിക്കും. ഫെലോഷിപ്പാണ് നമ്മളെ ശക്തരാക്കുന്നത്. നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. അത് സൂമിലിരുന്നാൽ പോരാ, വരണം. എന്ത് വില മുടക്കി വരണം. കർത്താവിനെ വില മുടക്കി ആരാധിക്കണം. അടുത്തത് പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ വലിയ ബന്ധമുണ്ടാകണം. അതായത് ഹോളി സ്പിരിറ്റ് സെൻസിറ്റിവിറ്റി. പരിശുദ്ധാത്മാവ് ചലിക്കുന്നത് നമുക്ക് മനസ്സിലാകണം. അന്യഭാഷ പറഞ്ഞാൽ പോരാ, പരിശുദ്ധാത്മാവിൻ്റെ ചലനം നമുക്ക് മനസ്സിലാകണം. ആ ഒരു നിലവാരത്തിൽ ഈ വർഷം വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് നമ്മെ ബലപ്പെടുത്തും. കർത്താവിലും കർത്താവിൻ്റെ ആമിത ബലത്തിലും നമുക്ക് ശക്തിപ്പെടാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വിട്ടുകളയരുത്. പ്രാർത്ഥനാ ജീവിതം, വചനധ്യാനം, കൂട്ടായ്മ, പരിശുദ്ധാത്മാവിൻ്റെ ചലനം മനസ്സിലാക്കിയുള്ള ജീവിതം. ഈ 4 കാര്യങ്ങളിൽ ഇന്ന് മുതൽ ഒരു പുതിയ തുടക്കമിടുമെങ്കിൽ ഇന്നൊന്ന് മാറിയിരുന്ന് പ്രാർത്ഥിക്കണം. 1-2 മണിക്കൂർ മാറിയിരുന്നൊരു തീരുമാനമെടുക്കണം. G7 ഇന്നത്തേത് 1-2 പ്രാവശ്യം കേൾക്കണം. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങളെ ആരംഭം അല്പമായി തോന്നും, എന്നാൽ ഈ വർഷത്തിൻ്റെ അന്ത്യം ഞാൻ ഉറപ്പ് തരാം അതിമഹത്തായിരിക്കും. യേശു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, 2026 എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട വർഷം ഈ മക്കൾക്ക് ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെ ഹോഷമുള്ള വർഷമാകട്ടെ. 365 ദിവസവും ആഘോഷങ്ങളാകട്ടെ. രോഗങ്ങൾ ഇവരുടെ ഇടയിൽ നിന്ന് മാറിപ്പോകട്ടെ. ശാപങ്ങൾ ഈ വീടുകളിൽ കാണരുത്. വലുത് സഫലമായ വാതിലുകൾ ഇവർക്ക് തുറക്കട്ടെ. പുതിയ ഉറവകൾ ഇവർക്കുണ്ടാകട്ടെ. നന്മകൾ കാണട്ടെ. കഴിഞ്ഞ വർഷങ്ങളിൽ പറഞ്ഞ എല്ലാ വാഗ്ദത്തങ്ങളും ഇന്നു മുതൽ നിറവേറട്ടെ. ഒരു ദൈവദൂതൻ ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും ഇന്നു മുതൽ കാവലായിരിക്കട്ടെ. ഇവരുടെ വാഗ്ദത്തങ്ങളെല്ലാം അവർ പ്രാപിക്കട്ടെ. വേഗത കൂടട്ടെ. അതിലുപരി കർത്താവിൻ്റെ വേലയിൽ ശക്തരായി മാറട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ അതോടുകൂടി നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയാകുമെന്ന് യേശു പറഞ്ഞു. അതുകൊണ്ട് ഈ വർഷം മുതൽ കർത്താവിൻ്റെ വേലയുടെ ഒരു ഭാഗമാകണം. പ്രത്യേകിച്ച് ജീസസ് എവരിഡേ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഈ മിനിസ്ട്രിയുടെ ഒരു കൂട്ടു ശുശ്രൂഷകരായി മാറാൻ ഞാൻ നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അറിയിക്കണം. കർത്താവ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് ഒരുമിച്ച് കൂടാൻ ഇടയാക്കി. ഈ വർഷം ജീസസ് എവരിഡേയുടെ നല്ലൊരു കൂട്ടു ശുശ്രൂഷ ചെയ്യാൻ നിങ്ങൾക്കും കർത്താവ് അവസരം തരട്ടെ. ഗോഡ് ബ്ലസ് യു. നാളെ ഇതേ സമയത്ത് കാണാം. താങ്ക് യു. വിശ്വസിക്കുന്നവർ ചേർന്ന് ഇസ്രായേലായി ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് അസ്ഥി സൈന്യമായി നിവർന്നിടും. മഹത്വം ദേശത്തിൽ വിളങ്ങിടും. അസ്ഥി സൈന്യമായി നിവർന്നിടും. മഹത്വം ദേശത്തിൽ അസ്ഥി സൈന്യമായി അസ്ഥി സൈന്യമായി ദേശത്തിൽ ശതമാനം അസ്ഥി സൈന്യമായി അസ്ഥി സൈന്യമായി
അപ്പാ പിതാവേ